ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മീൻ കറിയാണ്. കിളിമീൻ കൊണ്ടാണ് അത് തയ്യാറാക്കുന്നത്. നല്ല തേങ്ങയൊക്കെ അരച്ച് വെച്ചൊരു കിളിമീൻ കറി. അതിനായിട്ടുള്ള മീനൊക്കെ ഇവിടെ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരുകിയതും ഒരു ചുവന്നുള്ളിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഇത്രയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഈ ഒരളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ല പോലെ മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയുണ്ടല്ലോ, നമ്മൾ അരപ്പ് തയ്യാറാക്കിയ മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരളവിൽ തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയുണ്ടല്ലോ, നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മളിത് അടച്ചൊന്നും വെക്കണില്ല, ഇതുപോലെ തന്നെ തുറന്നു വെച്ചിട്ടാണ് കേട്ടോ കറി തയ്യാറാക്കിയെടുക്കണത്. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇത് ഇടയ്ക്കൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടല്ലോ, ഈ ഒരു കറി അത്യാവശ്യം നല്ല പോലെ ചാറോട് കൂടിയാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ചാറ് ഒത്തിരി അങ്ങോട്ട് വറ്റിച്ചെടുക്കണില്ല കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നുകൂടി ചാറൊക്കെ കുറുകി വന്നോളൂ. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി മൂപ്പിച്ചിടുമ്പോണ്ടല്ലോ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ആ പുളിയൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.